ഹായ് ഫ്രണ്ട്സ്, റീഡിംഗ് മോഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗർഭാവസ്ഥയിലിരിക്കുന്ന അമ്മമാർ കഥകൾ കേൾക്കുന്നത് ആരോഗ്യകരമായ ഗർഭധാരണം നിലനിർത്തുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായിക്കും. ഗർഭസ്ഥ ശിശുക്കൾക്ക് ഗർഭാവസ്ഥയുടെ ഏകദേശം 23 ആഴ്ചകളിൽ നിന്നുള്ള ശബ്ദങ്ങളോട് പ്രതികരിക്കാൻ കഴിയുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഉന്നമനവും പോസിറ്റീവുമായ കഥകൾ തിരഞ്ഞെടുക്കുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരമ്മയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഥകൾ കേട്ട് ആസ്വദിക്കുക. പോകാം കഥയിലേക്ക്. തകഴിയുടെ അവൻ്റെ സ്മരണകൾ എന്ന കഥയുടെ ഭാഗം 4 പോകാം. ചുങ്കത്തൊരു കൊപ്രകന്നിട്ടയിൽ എനിക്കൊരു ജോലി കിട്ടി. കൊപ്ര ഉണക്കുന്ന ചാപ്രയിൽ കാക്കയെ ഓടിക്കുക. കിഴക്കുനിന്നും കണക്കില്ലാതെ കൊപ്ര വരുന്ന സമയമായിരുന്നു അത്. 4 ചുറ്റിനും മതിൽ കെട്ടി മുകളിൽ കമ്പി വലയിട്ട ഒരു ചാപ്രയുണ്ട്. കൊപ്രയുടെ കൂടുതൽ കൊണ്ട് വേറൊരിടത്തു പരമ്പു നിരത്തി അതിന്മേൽ കൊപ്ര നിരത്തി ഉണക്കുകയാണ്. ഞാനും വേറൊരു ചെക്കനും ഉണ്ടായിരുന്നു കാക്കയെ ഓടിക്കാൻ. ഞങ്ങൾക്ക് കൂലി ദിവസം 5 ചക്രമാണ്. അതിരാവിലെ വരണം. കൊപ്ര നിരത്താൻ 5 പേർ വരും. നിരത്തിയിട്ട് അവർ പോകും. പിന്നെ കാക്കയുടെ ശല്യമാണ്. ഒരിടത്തിരുത്തുകയില്ല. ഓടി ഓടി ഒച്ചയിട്ടു കൂവി കൂവി തളരും. അതു വൈകി വെയിലാറും വരെയാണ്. അപ്പോൾ 4-5 പേർ വരും. ഉണങ്ങി പാസായ കൊപ്രയാണെങ്കിൽ വാരിക്കെട്ടാൻ തുടങ്ങും. കൂടെ മുതലാളി വരും. വെളുത്തു തടിച്ചൊരു കഷണ്ടിക്കാരൻ മുതലാളി. എപ്പോഴാണ് അയാൾ വരുന്നതെന്ന് നിശ്ചയമില്ല. ഈ ഓടി ഓടി തളർന്നാലും ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കുകയില്ല. രാവിലെ വല്ലതും കഴിച്ചുകൊണ്ട് വന്നാൽ പിന്നെ വൈകുന്നേരമേ വല്ലതും കഴിക്കാനൊക്കൂ. പക്ഷേ ഞങ്ങൾ 1-2 മുറി കൊപ്ര അകത്താക്കും. ചില കൊപ്രാമുറി മരം പോലിരിക്കും. ചിലതിന് നല്ല മധുരമാണ്. അതു കണ്ടാലറിയാം. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കെത്തി വിശപ്പടക്കും. എൻ്റെ കൂട്ടുകാരൻ ഒരു വല്ലാത്തവനായിരുന്നു. കുറേ ഓടിക്കഴിഞ്ഞ് അവൻ ഇരിക്കും. 1-2 മുറി കൊപ്ര കാക്ക കൊണ്ടുപോയാൽ അവൻ പറയും, ആ കൊടവയറിൻ്റെ കൊണ്ടുപോകട്ടെ. ആ കന്നിട്ടയിൽ ഒരുപാട് ജോലിക്കാരുണ്ട്. കൊപ്ര വള്ളത്തിൽ നിന്ന് ചുമന്നു കൊണ്ടുവരാനും നിരത്താനും വാരാനും തൂക്കാനും ഒക്കെയായി. കൂലി തീർക്കുന്ന സമയം കാണണം. 1 രൂപ 1.25 രൂപ ഒക്കെ കൂലി കിട്ടുന്നവരുണ്ട്. പേര് വിളിക്കും. അപ്പോൾ ചെല്ലണം, ഒപ്പിടണം. കൂലി വാങ്ങണം, പോകണം. എനിക്കും ഒരു ഒപ്പുണ്ടായി. വട്ടപ്പൂജ്യം. അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ തന്നെ നിന്ന് 1.25 രൂപ കൂലി മേടിക്കുന്ന ഒരാളാകണമെന്ന്. അവിടെ തൂക്കാൻ നിൽക്കുന്നവൻ ആദ്യം അവിടെ കാക്കയെ ഓടിക്കാൻ എന്നെപ്പോലെ ചെന്ന ആളായിരുന്നു പോലും. അയാളെ മുതലാളിക്ക് വലിയ കാര്യമാണ്. അയാളെ കേശവ എന്ന് വിളിക്കുന്നതും വർത്തമാനം പറയുന്നതും എല്ലാം വലിയ സന്തോഷത്തിലാണ്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. അതെന്താണെന്നോ? അയാൾക്ക് കൊപ്രായും കൊണ്ട് കിഴക്കുനിന്ന് വരുന്നവർ വല്ലും ഒക്കെ കൊടുക്കുമെന്ന് പറയും. തൂക്കത്തിൽ കള്ളം കാണിക്കാൻ അയാൾ ചെയ്യത്തില്ല. എനിക്കും അങ്ങനെ ഒരു ജോലി കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ ഓരോ മുറി കൊപ്ര എടുത്ത് തിന്നുകയായിരുന്നു. മുതലാളി വന്നു. തിന്നുന്നത് നീക്കി ബാക്കിയുള്ള കൊപ്ര താഴത്തിട്ടു. മുതലാളി അടുത്ത് വന്ന് ചോദിച്ചു, എന്താടാ വായനക്കുന്നേ? എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഒന്നുമില്ലേ, വായ് പൊളിയടാ. ഞങ്ങൾ വായ് പൊളിച്ചു. അങ്ങനെ ഞങ്ങളുടെ കള്ളം കണ്ടുപിടിച്ചു. മുതലാളി കയ്യിലിരുന്ന വടി കൊണ്ട് 3-4 അടിയും തന്നു. അന്ന് വൈകിട്ട് കൂലി തന്നപ്പോൾ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ ജോലിക്ക് ചെല്ലണ്ട എന്നു പണം തരുന്ന കണക്കപ്പിള്ള പറഞ്ഞു. അങ്ങനെ ആ ആശയം തീർന്നു. 5 ചക്രമേ ശമ്പളമുണ്ടായിരുന്നുവെങ്കിലും അന്നത് മതിയായിരുന്നു. 2 ചക്രത്തിന് ഊണ് കിട്ടും. ഒരു ചായയ്ക്ക് 1/2 ചക്രമാണ് വില. രാത്രിയിൽ ബോട്ട് ജെട്ടിയിൽ ചെന്നു നിന്നാൽ ചില്ലറ ചുമടും കിട്ടുമായിരുന്നു. വീണ്ടും എനിക്ക് ജോലിയില്ലാതായി. രാവിലെ കയറ്റാപ്പീസിൻ്റെ വാതിൽക്കൽ ഞാൻ ചെന്നു നിൽക്കും. എത്ര പേരാണ് അകത്തേക്ക് ജോലിക്ക് പോകുന്നത്? അവർ അവിടെ എന്ത് ജോലിക്കാണ് പോകുന്നതെന്നു ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ പെണ്ണുങ്ങളുമുണ്ട്. കമ്പനി വാതിൽക്കൽ വരുന്ന ആളുകളിൽ പകുതി പേരെ അകത്തേക്ക് കയറ്റുകയുള്ളൂ. അകത്തു കയറാൻ ഒക്കാത്തവർ അവിടൊക്കെ നിന്നിട്ട് പോകും. അങ്ങനെ വളരെ പേർ ജോലിയില്ലാതെ പോകും. ഒരു ദിവസം ഒരു കമ്പനി വാതിൽക്കൽ ഒരു വലിയ അടിപിടി നടന്നു. 5-6 പേരുടെ തല പൊട്ടി. കുറഞ്ഞ കൂലിക്ക് ജോലിക്ക് പോകാൻ കുറേ പേർ തയ്യാറായി. അവരെ കമ്പനിക്കാർ ജോലിക്കെടുത്തു. കൂടുതൽ കൂലിക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്നവരെ പിരിച്ചുവിട്ടു. അതായിരുന്നു അടിപിടിക്ക് കാരണം. പോലീസുകാർ വന്നു. അങ്ങ് കടപ്പുറത്തുള്ള മുളകു പണ്ടകശാലയിലും ഞാൻ പോയി നോക്കി നിന്നിട്ടുണ്ട്. മുളകു പേറ്റാനും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ പെണ്ണുങ്ങളുമുണ്ട്. മുളക് ചുമക്കാനും ചാക്കിൽ കെട്ടാനും എല്ലാം കുറഞ്ഞ കൂലിക്ക് ആളെടുത്താലും വളരെ പേർക്ക് ജോലിയില്ല. ബോട്ട് ജെട്ടിയിൽ നിന്നും ചെറിയ ചുമടെടുത്തുകൊണ്ട് പോകുന്നതിലും വലിയ ജോലി എനിക്ക് ചെയ്യാമെന്നുണ്ട്. പക്ഷെ ആരാണ് ജോലി തരാൻ? ആലപ്പുഴ പട്ടണത്തിലെല്ലാം ഞാൻ നടന്നു. എന്തെന്ത് കൊപ്രയാണ് വരുന്നത്! എല്ലാ കന്നിട്ടകളിലും മല പോലെ കൊപ്ര കൂടിക്കിടക്കും. എല്ലാം എവിടെ പോയി ഒതുങ്ങുന്നുവെന്നോ! ആ മില്ലുകളിൽ 10-100 ചക്കുകളുള്ള മില്ലുകൾക്കു കണക്കില്ല. അവിടെയെല്ലാം വെള്ളം പോലെയാണ് വെളിച്ചെണ്ണ ഒഴുകുന്നത്.
അങ്ങു കടലിൽ കപ്പലുകൾ വരുമ്പോൾ കടപ്പുറത്ത് പോയി നോക്കണം. എത്ര ചെലുങ്കുകളാണ് കയറ്റുപായും തടുക്ക് നിറച്ചു പോകുന്നത്. അത് മുഴുവൻ മനുഷ്യർ തന്നെ നെയ്തുണ്ടാക്കുന്നതാണ്. എന്നാലും മനുഷ്യന് ജോലിയില്ല. കുറഞ്ഞ കൂലിയാണെങ്കിലും എനിക്കൊരു ജോലി കിട്ടിയാൽ മതി. ഞാൻ നന്നായിട്ട് ജോലി ചെയ്യാം, മുതലാളിയോട് നന്ദിയോടെ പെരുമാറാം എന്നെല്ലാം ഞാൻ ഉറച്ചു. പക്ഷെ ഒരു മുതലാളിയോടും ഇതെല്ലാം പറയാൻ എനിക്ക് തരം കിട്ടിയില്ല. ഞാനൊരു മുതലാളിയോട് മാത്രമേ വർത്തമാനം പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരാളുടെ സഹായം കൂടാതെ ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മുതലാളിയോട് പറയാൻ ഒക്കുകയില്ല. അങ്ങനെ സഹായിക്കാൻ എനിക്ക് ആരുണ്ട്? ആരുമില്ല. അങ്ങനെ ഓർത്തോർത്ത് നടക്കുമ്പോൾ കേശുവിനെ എനിക്ക് ഓർമ്മ വന്നു. അവനൊരു മുതലാളിയുടെ കൂടെയാണ്. ഞാൻ 1-2 ദിവസം ആ വീടിൻ്റെ മുൻവശത്ത് റോഡിൽ ചെന്നു നിന്നു. അവനെ കണ്ടില്ല. അകത്തു കയറാൻ എനിക്ക് പേടിയായിരുന്നു. ആ വീടിനടുത്തൊരു മുറുക്കാൻ കടയുണ്ട്. ഞാൻ ആ കച്ചവടക്കാരനോട് കേശുവിനെക്കുറിച്ച് ചോദിച്ചു. കേശു ഇപ്പോൾ പള്ളിക്കൂടത്തിൽ പഠിക്കുകയാണ്. അയാൾ പറഞ്ഞു, അവൻ ഭാഗ്യം പിറന്നവനല്ലേ, അവനെ കനകം പോലെ മുതലാളി വളർത്തുന്നേ. ഞാൻ ചോദിച്ചു, അവൻ അങ്ങ് വളർന്നു പോയോ? വളർന്നു പോയെന്നോ? കൊള്ളാം, അവനിപ്പം ഒത്ത ആളാ. ആ കടയിൽ നിന്ന് മറ്റൊരാൾ പറഞ്ഞു. അവൻ്റെ നിറം കണ്ടോ? പൂവൻപഴം പോലല്ലേ ഇരിക്കുന്നേ. എങ്ങനെ ഈ നിറം വന്നു? കച്ചവടക്കാരൻ പറഞ്ഞു. മുതലാളി അങ്ങനെ അവനെ നോക്കുന്നേ. അവനെ പട്ടിൽ പൊതിഞ്ഞാ വച്ചിരിക്കുന്നേ, പട്ടിൽ പൊതിഞ്ഞ്. ഞാൻ അത്ഭുതപ്പെട്ടു നിന്നുപോയി. അവൻ്റെ ഭാഗ്യം. കച്ചവടക്കാരൻ ചോദിച്ചു, നീ എന്തിനാ ഇതെല്ലാം ചോദിക്കുന്നേ? എനിക്കൊരു വാചകത്തിൽ പറയാനുള്ളതായിരുന്നില്ല ഉത്തരം. ഒരു ജീവിത കഥയല്ലേ പറയാനുള്ളത്. അതുകൊണ്ട് ഒന്നു കുഴഞ്ഞു. കടയിൽ നിന്ന് ആ ആൾ എന്നെ അടിമുടി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അവർ ഒരുമിച്ചു തെണ്ടി നടന്നതായിരിക്കും. കച്ചവടക്കാരൻ ചോദിച്ചു, അങ്ങനാണോടാ? അതെ. അപ്പോൾ ആ മറ്റേ മനുഷ്യൻ പറഞ്ഞു, എന്നാൽ നിനക്കും വല്ല മുതലാളിയുടെയും കൂടെ പോകരുതായിരുന്നോ? മുറുക്കാക്കടക്കാരൻ അഭിപ്രായപ്പെട്ടു. ഓ, ഇവനെ അതിന് കൊള്ളുകയില്ല. അട്ടയെപ്പോലെ കറുത്ത ചുണ്ടുമൊക്കെ കണ്ടില്ലേ? എന്തിനു കൊള്ളുകയില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ചുണ്ടു കറുത്തതാണെങ്കിൽ എന്താണ്? പിന്നീട് അവർ തമ്മിലായി സംസാരം. രണ്ടുപേരും വീണ്ടും കേശു ഭാഗ്യവാനെന്ന കാര്യത്തിൽ യോജിച്ചു. സന്ധ്യ കഴിഞ്ഞാൽ അവനും മുതലാളിയും കൂടി കടപ്പുറത്ത് വരും. അപ്പോൾ മാറി നിന്നു കാണണമത്രേ. വലിയ കളിയാണ്. പിടിയും വലിയും ഉമ്മയും എല്ലാമാണ് പോലും. സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. ഒരു ദിവസം അങ്ങനെ പടിവാതിൽക്കൽ കണ്ടു. ഞാൻ ഓടി അടുത്തു ചെന്നു. കേശു എന്നെ അറിഞ്ഞില്ല. ആ മുറുക്കാൻ കടക്കാരൻ പറഞ്ഞത് ശരിയാണ്. അവൻ വെളുത്തു ചുമന്നിരിക്കുന്നു. എങ്ങനെ ഈ വിധം മാറി? അവനോട് എനിക്ക് അടുത്തു ചെല്ലാൻ പേടിയായി. എന്തായിരിക്കും ഈ മാറ്റത്തിനു കാരണം? ഭാഗ്യമോ? ഒരുപക്ഷെ അവൻ ആ മുതലാളിയുടെ മകനായിരിക്കാം. അയാളുടെ മകനെ കണ്ടുപിടിച്ചതായിരിക്കാം. ആ ഹോട്ടലിൻ്റെ പിന്നിൽ വച്ച് ഒരുവൻ എന്നെ പേരിട്ട് വിളിച്ചു ഓരോ ഉരുള ചോറ് തന്നത് എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ ഈ മുതലാളി അവൻ്റെ അച്ഛനായിക്കൂടെ? ആ പാവത്തിന് ഒരു ഉരുള ചോറ് തരാനേ സാധിച്ചുള്ളൂ. മുതലാളിക്ക് അവനെ പൊന്നുപോലെ വളർത്താൻ കഴിയും. ഇതാണ് വ്യത്യാസം. ഇങ്ങനെ അവനെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ ഓർത്തുപോയി. അവൻ എന്നെ സൂക്ഷിച്ചു നോക്കി. ഞാൻ 2-4 ചുവടടി മുന്നോട്ട് വച്ചു. കേശു എന്നെ അറിയത്തില്ലയോ? അവനൊന്നും മിണ്ടിയില്ല. ഞാൻ തുടർന്നു പറഞ്ഞു, ഞാൻ പട്ടിക്കുട്ടിയാ. അല്പനേരം കഴിഞ്ഞ് അവൻ ചോദിച്ചു, എന്തു വേണം? ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു. എനിക്കൊരു ജോലിയുമില്ല. ഒരു ജോലി മേടിച്ചു തരണം. ആരെങ്കിലും പറയാനില്ലെങ്കിൽ ജോലി കിട്ടത്തില്ല. ഒരുപാട് പേര് ജോലി ഇല്ലാത്തതുണ്ട്. എല്ലാം ഒറ്റ വീർപ്പിന് ഞാൻ പറഞ്ഞു. അവൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. ഇവിടെ ജോലിയൊന്നുമില്ല. അല്പം കഴിഞ്ഞ് അവൻ തുടർന്നു, ആ പന്നിയുടെ മോന് ഞാൻ പണ്ടകശാലയിൽ ജോലി കൊടുപ്പിച്ചു. അവൻ പിള്ളാരെ കൂട്ടുപിടിച്ച് മുതലാളിയെ കൂവി. ഞാനവനെ വച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ആരുടെ കാര്യമാ? കേശുവിന് ദേഷ്യം വന്നു. മുഖം ചുവന്നു. അവൻ ആ പന്നി അവ്വക്കാര്. ഞാൻ പറഞ്ഞു, കേശു, ഞാൻ അവ്വക്കാരെ പോലല്ല. ഞാൻ നന്ദിയുള്ളവനാ. എന്തു കൂലി കിട്ടിയാലും മതി. ഞാനിപ്പം അവ്വക്കാരുടെ കൂടല്ല. എനിക്ക് കൂട്ടില്ല. കേശു പറഞ്ഞു, ഞാനിപ്പം കേശുവല്ല, ഷംസുദീനാ. അവൻ തിരിച്ചു നടന്നു. എനിക്ക് കുറേ കൂടി പറയാനുണ്ടായിരുന്നു. ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തണം. പക്ഷേ അവൻ പോയി കഴിഞ്ഞു. എനിക്ക് കേശുവിനോട് ഒരു വിരോധവും തോന്നിയില്ല. എനിക്കൊരു സങ്കടമേയുള്ളൂ. ഞാൻ ഇനി ആരെ കണ്ടാണ് ഒരു ജോലി വാങ്ങുന്നത്? അതിനൊരാളില്ല. കൊല്ലങ്ങൾ കുറേയേറെ കഴിഞ്ഞു. എനിക്ക് പുരുഷ പ്രായം വന്നു. താടിയും മീശയുമായി. അന്നോളം എനിക്കൊരു സ്ഥിരമായ ജോലി കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ ഇങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. റിക്ഷാക്കാരൻ കൊച്ചു ചാക്കോ ചേട്ടൻ എന്നോട് വലിയ സ്നേഹമുള്ള ഒരാളായിരുന്നു. എനിക്കൊന്നും കിട്ടാത്ത ദിവസം 7-8 ചക്രം അങ്ങേര് എനിക്ക് കടം തരും. ചക്രം കിട്ടുമ്പോൾ ഞാനത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നുമെന്നും ഞാൻ ജോലിക്കാര്യം കൊച്ചു ചാക്കോ ചേട്ടന് പറയാറുണ്ട്. കൊച്ചു ചാക്കോ ചേട്ടൻ അതിൻ്റെ വിശേഷങ്ങൾ പറയും. കയറ്റാപ്പീസിൽ നിന്ന് ആളുകളെ പിരിച്ചു വിടുകയാണ്. ജോലിയില്ല. ആർക്കും കയറ്റുപായും തടുക്കും വേണ്ട പോലും. അതുകൊണ്ട് ആപ്പീസുകളിൽ ജോലിയില്ല.
ആര്യാട്ടും പുന്നപ്രയും എല്ലാം വളരെയേറെ കയറ്റാപ്പീസുകൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ചിലതെല്ലാം കെട്ടാതെ നനഞ്ഞു ജീർണിച്ചു അതു ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്ഥിരമായി ഒരു ജോലി കിട്ടാനൊക്കുകയില്ല. എനിക്ക് എപ്പോഴും ഓർമ്മ ഇതായിരുന്നു. ഒരു ദിവസം ചാക്കോച്ചേട്ടൻ പറഞ്ഞു, എടാ നീ ചെറുപ്പം ശേഷിയുണ്ട്, ഒരു റിക്ഷ കൂലിക്കെടുത്ത് വലിച്ചാലെന്താ? ഞാൻ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. ചാക്കോച്ചേട്ടൻ റിക്ഷ കൂലിക്ക് വാങ്ങിത്തരണം. ഒരു സേട്ടുവിനെയും കൊണ്ടാണ് ഞാൻ ആദ്യം പോയത്. ബോട്ടിറങ്ങി വന്ന അയാൾ എൻ്റെ വണ്ടിയിൽ ചാടിക്കയറി. കൂലിയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല. ഞാൻ അയാളെയും വലിച്ചുകൊണ്ടോടി. നല്ല നട്ടുച്ച സമയം. ഞാൻ ആദ്യമായി വണ്ടി വലിക്കുകയാണ്. അയാൾ ധൃതിയും. വേഗം വേഗം എന്നയാൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുഴുവൻ വേഗതയും എടുത്ത് ഓടുകയാണ്. ഞാൻ വല്ലാതെ കിതച്ചു. വേഗത പോരായികയാൽ അയാൾ കുട വച്ച് എൻ്റെ പുറത്ത് കുത്തിക്കൊണ്ടിരുന്നു. ഒരു കണക്കിൽ മുപ്പാലം വരെ ഞാൻ വലിച്ചു. അവിടെയാണ് അയാൾക്ക് പോകേണ്ടിയിരുന്നത്. സേട്ടു 1 രൂപ എടുത്തു തന്നിട്ട് മിടുക്കൻ മിടുക്കൻ എന്നു പറഞ്ഞു ഒരു വീട്ടിലേക്ക് അയാൾ ഓടിക്കയറിപ്പോയി. സേട്ടിനെ ഒന്നുകൂടി പരിചയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അയാൾക്ക് തൃപ്തിയായി. ഇതൊരു നല്ല അവസരമായിരുന്നു. എൻ്റെ ഉദ്ദേശം സാധിക്കാനൊരു നല്ല വഴി. സേട്ടു പുറത്തു വന്നില്ല. അന്നാണെന്ന് തോന്നുന്നു ജീവിതത്തിൽ ആദ്യമായി 1 രൂപ ഒന്നായി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഞാൻ ക്ഷീണിച്ച് തളർന്നുപോയി. അന്നു പിന്നെ ഞാൻ പോയില്ല. എനിക്ക് വയ്യായിരുന്നു. ആ ദിവസത്തെക്കുറിച്ച് ഇത്രയുമേ പറയാനുള്ളൂ. എങ്കിലും അതെൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ്. ആ ദിവസം എനിക്ക് മറക്കാനൊക്കുന്നതല്ല. ഒരു സവാരി കഴിഞ്ഞാൽ ഞാൻ ക്ഷീണിക്കും. എനിക്ക് വയ്യ. വല്ല തണലിലും വണ്ടി കൊണ്ടുപോയി ഇട്ടിട്ട് അതിൽ തന്നെ ചാരിക്കിടന്നുറങ്ങും. വൈകിട്ട് കൂലി കൊണ്ടുചെന്ന് കൊടുക്കുമ്പോൾ ചാക്കോച്ചേട്ടൻ കണക്ക് ചോദിക്കും. ഞാൻ സത്യം പറയും. അപ്പോഴെല്ലാം ചാക്കോച്ചേട്ടൻ പറയാറുണ്ട്, കുരുന്നല്ലയോ, അതു മതി, കട്ടു പൊട്ടിക്കണ്ട, നിന്റെ ഒരു ചാൺ വയറു കഴിഞ്ഞാൽ മതിയല്ലോ. ഒരു ദിവസം ഞാൻ പതിവിൽ കൂടുതൽ ഓടി. എൻ്റെ കാലുമേലു കഴയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരരുതായിക എനിക്ക് തോന്നിയിട്ടേയില്ല. ഞാൻ ചാക്കോച്ചേട്ടനെ അറിയിച്ചു. ചാക്കോച്ചേട്ടൻ പറഞ്ഞു, വാ, അതിന് മരുന്നുണ്ട്. ചാക്കോച്ചേട്ടൻ എന്നെ കിടങ്ങാമ്പറമ്പ് ഷാപ്പിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോയത്. അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി കള്ളു കുടിച്ചത്. മേലുനൊമ്പരം അറിയാതെ വണ്ടിയിൽ തന്നെ ചാരിയിരുന്നു ഞാൻ ഉറങ്ങി. പിന്നീട് വല്ലപ്പോഴുമെല്ലാം ഞങ്ങൾ കിടങ്ങാമ്പറമ്പിൽ പോകും. ഒരു ദിവസം ചാക്കോച്ചേട്ടൻ ആ ഷാപ്പുകാരുമായി സ്വല്പം വഴക്കുണ്ടാക്കി. കള്ള് വെള്ളമായിരുന്നു പോലും. വെള്ളക്കിണറ്റിനു മുക്കിലെ ഷാപ്പിൽ ഒന്നാന്തരം കള്ളു കിട്ടും പോലും. അപ്പോൾ തൈക്കിഴവിയായ വിൽപ്പനക്കാരി പറഞ്ഞു, അവിടെ നല്ല കള്ളല്ല കിട്ടുന്നേ. ചാക്കോച്ചേട്ടൻ ചോദിച്ചു, പിന്നെന്താ? അവിടെ കൊച്ചു പെണ്ണുങ്ങളോ കള്ളെടുത്ത് തരുമ്പോൾ നല്ലതാന്ന് തോന്നുക. പിന്നെ കൊച്ചു പെമ്പിള്ളേരെടുത്ത് തരുന്നത് കൊണ്ട് കള്ള് നന്നാവുമോ? വില കൂടാതെയാണെന്നും പറഞ്ഞ് വിൽപ്പനക്കാരി അകത്തുനിന്നും ഒരു പാത്രം കള്ളെടുത്ത് കൊണ്ടുവന്ന് തന്നു. ഏതായാലും അപ്പോൾ മുതൽ എനിക്ക് വെള്ളക്കിണറ്റു മുക്കിലെ ഷാപ്പിലൊന്ന് പോകണമെന്ന് തോന്നി. ചാക്കോച്ചേട്ടൻ എൻ്റെ ആശ അറിയിച്ചില്ല. ചാക്കോച്ചേട്ടൻ അറിയരുതെന്നും ഒരു വിചാരം എനിക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. 4-5 ദിവസങ്ങൾ മോശമായിരുന്നു. അടുത്ത ദിവസം 3 രൂപ കിട്ടി. അന്ന് ഞാൻ വണ്ടി ഉടമസ്ഥനെ കൊണ്ടുചെന്ന് ഏൽപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോരാമെന്നും പറഞ്ഞു. രാത്രി കുറേയധികം ഇരുട്ടിയിരുന്നു എന്ന് തോന്നുന്നു. എല്ലാ മുറികളിലും മിക്കവാറും ആളൊഴിഞ്ഞു കഴിഞ്ഞു. ഒരു മുറിയുടെ വാതിൽക്കൽ അല്പം ഉള്ളിലേക്ക് വലിച്ചു നിന്നുകൊണ്ട് ഒരുവൾ ചെവിയോട് കൈ ചേർത്ത് വെച്ച് എന്നെ വിളിച്ചു. ആ വിളിയിൽ എന്നെ കോരിത്തരിപ്പിച്ച എന്തോ ഒന്നുണ്ടായിരുന്നു. എൻ്റെ ഞരമ്പുകൾക്കുള്ളിൽ ഒരു തരിതരിപ്പുണ്ടായി. കിടങ്ങാമ്പറമ്പ് ഷാപ്പിലെ വിൽപ്പനക്കാരി പറഞ്ഞതുള്ളതാണ്. ഞാൻ അകത്തേക്ക് കയറി. അവിടെ ആരുമില്ല. ഞാനും അവളും മാത്രം. ഞാൻ ബെഞ്ചിലിരുന്നു. ബെഞ്ചിന് മുൻവശം അതിനേക്കാൾ പൊക്കം കൂടിയ ഒരു ബെഞ്ചാണ്. അവൾ ആ ബെഞ്ചിൽ ചാരി നിന്നുകൊണ്ട് ചോദിച്ചു, തിന്നാൻ എന്തു വേണം? കാച്ചിലുണ്ട്, കപ്പയുണ്ട്, മീൻകറിയുണ്ട്, അവിയലുണ്ട്, കാച്ചിയ പപ്പടമുണ്ട്. എന്നാ വേണം? ആ തരിതരിപ്പ് കൊണ്ടാവാം. പെട്ടെന്ന് ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ ആ കല്ലുപോലുള്ള ഇരിപ്പ് കണ്ട് അവൾ എൻ്റെ കയ്യിൽ കാശില്ലെന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു. അവൾ ചോദിച്ചു, കാശ് കയ്യിലുണ്ടോ? 1 കുപ്പി കള്ളിന് 7 ചക്രമാ വില. എൻ്റെ കൈവശം ചക്രമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവൾക്ക് വിശ്വാസമില്ല. ഒന്ന് കാണിച്ചേ. എൻ്റെ ബെൽറ്റിൻ്റെ അറ തുറന്ന് ഞാൻ കാണിച്ചു. എൻ്റെ കവിളിൽ ചൂണ്ടുവിരൽ കൊണ്ടൊരു കുത്തു കുത്തിയിട്ട് അവൾ തിരിഞ്ഞു നടന്നു. അവളുടെ പുറകുവശം അടക്കാൻ വയ്യാത്തൊരിളക്കം എന്നിലുണ്ടാക്കി. 1 കുപ്പി കള്ളുമായി അവൾ കുണുങ്ങി കുണുങ്ങി തിരിച്ചു വന്നു. അത് മുൻവശത്തെ ബെഞ്ചിൽ വച്ചിട്ട് കപ്പയും മീൻകറിയും കൊണ്ടുവരട്ടോ എന്ന് ചോദിച്ചു. എൻ്റെ നാക്കിൽ വെള്ളമില്ല. ഞാൻ പറയാതെ തന്നെ അവൾ അതും കൊണ്ടുവന്നു തന്നു. അവൾ കള്ളു പകർന്നു തന്നു. കപ്പ ഉരുട്ടി മീൻകറിയിൽ മുക്കി ഒരിക്കൽ വായിൽ വെച്ചു തന്നു. ഞാൻ രണ്ടാമതും വായി പൊളിച്ചപ്പോൾ തന്നില്ല. വീണ്ടും അവൾ നടന്നുപോയി. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ മടങ്ങി വന്നു. കള്ളു മുഴുവൻ ഞാൻ കുടിച്ചിരുന്നു. അവൾ ചോദിച്ചു, എന്തു വേണം? ഞാൻ മിണ്ടിയില്ല. എന്തു വേണമെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ഞാൻ അവളെ മിഴിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എന്താ നോക്കുന്നേ? എന്നിട്ട് ഞാൻ മിണ്ടിയില്ല. ഡെസ്കിൽ കൈമുട്ടുകളൊന്നും എൻ്റെ മുഖത്തോട് അവളുടെ മുഖം മുട്ടിയില്ല എന്ന മട്ടിൽ നിന്ന് അവൾ ചോദിച്ചു, കയ്യിൽ എത്ര രൂപയുണ്ട്? ഞാൻ പറഞ്ഞു, 3 രൂപ. 3 രൂപയോ? എന്നാ പോയി. അവൾ എന്തോ പറഞ്ഞു. അത് ശരിക്കും ഞാൻ കേട്ടില്ല. എന്നിട്ട് അവൾ പറഞ്ഞു, 10 രൂപ കൊണ്ടുവാ, എന്നാലാകാം.
പിന്നീട് എനിക്ക് കള്ളു വേണോ എന്ന് ചോദിച്ചു. എനിക്ക് കള്ളു മതിയായിരുന്നു. എന്നാൽ കാശിട്. ഞാൻ ബെൽറ്റിൻ്റെ കീശിൽ നിന്നും പണം എടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു, ഉള്ളത് മുഴുവൻ ഇങ്ങിട്. എന്നാൽ ഒരു കാര്യമുണ്ട്. മുഴുവൻ കാശും ഞാൻ എടുത്തു കൊടുത്തു. അവൾ എനിക്കൊരുമ്മ തന്നു. ഒരു പെണ്ണിൻ്റെ ശരീരവുമായി ആദ്യമായി കൂടിച്ചേർന്നത് അന്നാണ്. അവൾ പറഞ്ഞു, പോയി 10 രൂപ കൊണ്ടുവാ. എന്നെ അവൾ പറഞ്ഞയച്ചു. 10 രൂപ ഉണ്ടാക്കണം. അന്നു ഞാൻ ഉറങ്ങിയില്ല. ഉറക്കം വന്നില്ല. പിറ്റേന്ന് ഞാൻ വണ്ടി വലിച്ചതിന് അവസാനമില്ല. ഒരിടത്തിരുന്നിട്ടേയില്ല. എനിക്ക് ക്ഷീണം തോന്നിയുമില്ല. എങ്ങനെയെങ്കിലും 10 രൂപ ഉണ്ടാകണം. മറ്റുള്ള വണ്ടിക്കാരെല്ലാം എന്നോട് പിണങ്ങി. ആര് പറയുന്ന കൂലിയിൽ 4 ചക്രം കുറച്ച് ഞാൻ പറയും. എന്നിട്ട് ഓട്ടമാണ്. സമയം ലാഭിച്ചാൽ അത്രയും കൂടുതൽ സവാരി കിട്ടുകയില്ലേ? ചാക്കോച്ചേട്ടൻ ചോദിച്ചു. എന്താടാ ചെറുക്ക, ചാകാൻ പോവാണോ? ഞാൻ ഒന്നും തന്നെ ചാക്കോച്ചേട്ടനോട് പറഞ്ഞില്ല. അത് പറയാൻ കൊള്ളുന്നതല്ലെന്ന് എനിക്ക് തോന്നിയിരിക്കാം. രാത്രിയിൽ അന്നു കിട്ടിയതെല്ലാം ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി. 10 രൂപ ഇല്ല. എനിക്ക് വലിയ സങ്കടം തോന്നി. എങ്ങനെ അന്ന് 10 രൂപ തികയ്ക്കും? ഞാൻ രൂപയും കൊണ്ട് ചെല്ലുന്നത് അവൾ കാത്തിരിക്കുമെന്ന് എനിക്ക് തോന്നി. 10 രൂപ ഇല്ലാതെ ചെന്നാൽ അവൾ ഉള്ളത് വാങ്ങിയിട്ട് തലേനാളത്തെ പോലെ എന്നെ കെട്ടിപ്പിടിച്ചേക്കും. അത് മതിയോ ഇന്നത്തേക്ക്? എന്നാൽ പിന്നെയും 10 രൂപയ്ക്ക് വേണ്ടി ആദ്യം ഞാൻ ശ്രമിക്കണം. ആ റോഡിൽ കൂടെ പല പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അന്ന് കുറേ അധികം ഇരുട്ടുന്നത് വരെ അവിടെ കച്ചവടം നടന്നു. ആൾ ഒഴിഞ്ഞപ്പോൾ ഞാൻ അകത്തു കയറി. അവൾ ഒന്ന് ചിരിച്ചു. എന്നാ, രൂപ കൊണ്ടുവന്നോ? അവൾ എന്നെ മറന്നിട്ടില്ല. ഇല്ല, കിട്ടിയില്ല. കള്ളു വേണോ? വേണ്ട എന്നാണ് എൻ്റെ നാക്കിൽ വന്നത്. പിന്നെ എന്തിനാ വന്നത്? എനിക്കുത്തരമില്ല. സ്വല്പം കഴിഞ്ഞു ഞാൻ പറഞ്ഞു, ഞാൻ നാളെ വരാം. ബാ, 15 രൂപ കൊണ്ടുവാ. ഞാൻ നടുങ്ങിപ്പോയി. 10 എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് 15 ആയി. തിരിച്ചു വന്നിട്ട് അവൾ ചോദിച്ചു, എന്താ, ഒരു മൊത്തം വേണോ? അപ്പോൾ ആരോ കുടിക്കാൻ കയറി വരുന്നുണ്ടായിരുന്നു. ഞാൻ ചാടി പുറത്തിറങ്ങി.